ലോകം മുഴുവൻ ഒരു മഹാമാരിക്ക് മുന്നിൽ പകച്ചു നിന്നപ്പോൾ കുലുങ്ങാത്ത ചുവടുകളോടെ കേരളത്തെ നയിച്ച ആ പെൺകരുത്ത വോഗ് മാഗസിന്റെ കവർ ചിത്രമായും ഐക്യരാഷ്ട്രസഭയുടെ ആദരവായി മാറിയ കേരളത്തിന്റെ ടീച്ചർ പേരാവൂരിന്റെ മണ്ണിൽ പുതിയൊരു ചരിത്രം എഴുതാനെത്തുകയാണ്. ഇത് വെറുമൊരു മത്സരമല്ല, ഇത് പേരാവൂർ കാത്തിരുന്ന വിപ്ലവമാണ്. സ്വന്തം കോട്ട കാക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവിൽ പതറുന്ന UDF, മറുവശത്ത് ശിഷ്യന്റെ ചതിയിൽ നീറുന്ന സുധാകരന്റെ മൗനവും കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളും. വയനാട് ഫണ്ട് വിവാദത്തിൽ ഉത്തരമുട്ടി നിൽക്കുന്നവർക്ക് മുന്നിലൂടെ ടീച്ചർ തരംഗമാനു വീശുമ്പോൾ പേരാവൂരിൽ ഇത്തവണ ആര് വാഴും? കണ്ണൂരിലെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കാൻ പോകുന്ന ആ വലിയ പോരാട്ടത്തിന്റെ അണിയറ കഥകൾ തേടി നമുക്ക് പോകാം. വീഡിയോ അവസാനം വരെ കാണുക, കാരണം കണ്ണൂരിലെ യഥാർത്ഥ ചിത്രം ഇതാദ്യമായി നിങ്ങൾ അറിയാൻ പോകുന്നു. പേരാവൂർ കാലങ്ങളായി UDFന്റെ ഉറച്ച കോട്ടയെന്നാണ് ഈ മണ്ഡലം അറിയപ്പെടുന്നത്. മലയോര മേഖലയുടെ രാഷ്ട്രീയ വികാരങ്ങൾ ഇന്നും വലതുപക്ഷത്തോട് ചേർന്ന് നിന്നിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അവിടെ വീശുന്നത് ടീച്ചർ തരംഗമാണ്. KK ശൈലജ എന്ന പേരിന്ന് കേരളത്തിന് പുറത്തും ഒരു ബ്രാൻഡാണ്. നിപ്പയെയും കോവിഡിനെയും നേരിട്ട രീതി കണ്ട് ലോകാരോഗ്യ സംഘടന പോലും അത്ഭുതപ്പെട്ട റോക്ക് സ്റ്റാർ ടീച്ചർ. ഐക്യരാഷ്ട്രസഭയുടെ പാനൽ ചർച്ചയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച അതേ നേതൃപാടവം ഇപ്പോൾ പേരാവൂരിലെ ഓരോ വീടിന്റെയും ഉമ്മറപ്പടിയിൽ എത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പേരാവൂർ ടീച്ചറെ ഇത്രയധികം ആവേശത്തോടെ സ്വീകരിക്കുന്നത്? ഉത്തരം ലളിതമാണ്: വികസനം. സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ചെന്നെത്താവുന്ന, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ഒരു ജനകീയ നേതാവിനെയാണ് പേരാവൂർ ആഗ്രഹിക്കുന്നത്. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ടീച്ചർ കാഴ്ചവെച്ച മികവും ആർദ്രം പദ്ധതിയിലൂടെ കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്തുണ്ടായ വിപ്ലവവും മലയോര ജനതയുടെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. തോട്ടം തൊഴിലാളികൾ മുതൽ കർഷകർ വരെ ടീച്ചറുടെ വാക്കുകളിൽ വിശ്വാസം അർപ്പിക്കുന്നു. ഈ ജനകീയ പരിവേഷം വോട്ടായി മാറുമെന്ന ഭയത്തിലാണ് UDF ക്യാമ്പുകൾ. സാധാരണയായി കോൺഗ്രസിനെ തുണച്ചിരുന്ന നിഷ്പക്ഷ വോട്ടുകൾ പോലും ടീച്ചറുടെ പ്രവർത്തന മികവിൽ ആകൃഷ്ടരായി ഇടതുപക്ഷത്തേക്ക് മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കണ്ണൂരിലെ രാഷ്ട്രീയ ചിത്രം മാറുമ്പോൾ അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് കോൺഗ്രസിലെ ആഭ്യന്തര കലാപമാണ്. KPCC അധ്യക്ഷൻ K സുധാകരനും അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യനായിരുന്ന സണ്ണി ജോസഫും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീണിരിക്കുന്നു. തന്നെ രാഷ്ട്രീയമായി കൈപിടിച്ച് വളർത്തിയെടുത്ത സുധാകരനെ തഴഞ്ഞ ഗ്രൂപ്പ് കളികളിലൂടെ മണ്ഡലത്തിൽ സ്വന്തം ആധിപത്യം ഉറപ്പിക്കാൻ സണ്ണി ജോസഫ് നടത്തിയ നീക്കങ്ങൾ സുധാകരനെ കുറച്ചൊന്നുമല്ല വേദനിപ്പിച്ചത്. കണ്ണൂർ മണ്ഡലത്തിൽ താനോ താൻ നിർദ്ദേശിക്കുന്നവരോ സ്ഥാനാർത്ഥിയാകുന്നത് തടഞ്ഞത് സണ്ണി ജോസഫ് ആണെന്ന് സുധാകരൻ ഉറച്ചു വിശ്വസിക്കുന്നു. കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇത്രയും വലിയൊരു ചതി താൻ നേരിട്ടിട്ടില്ലെന്നാണ് സുധാകരന്റെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ആഭ്യന്തര തർക്കം കാരണം കണ്ണൂർ സീറ്റിൽ TO മോഹനൻ പരാജയപ്പെടുമെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. താഴെ തട്ടിലുള്ള സുധാകരന്റെ അണികൾ സണ്ണി ജോസഫിനെതിരെ നിശബ്ദമായ നീക്കങ്ങൾ നടത്തുന്നുണ്ടോ എന്ന ചോദ്യം കോൺഗ്രസിനെ വേട്ടയാടുകയാണ്. ഒരു സംഘടന എന്ന നിലയിൽ കോൺഗ്രസ് കണ്ണൂരിൽ എത്രത്തോളം തകർന്നിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണത്. സണ്ണി ജോസഫിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ മാത്രമല്ല, വയനാട് ഫണ്ട് തട്ടിപ്പ് വിവാദം കൂടിയാണ്. ദുരിതബാധിതരെ സഹായിക്കാൻ പിരിച്ചെടുത്ത പണത്തിൽ കൃത്രിമം നടന്നെന്ന ആരോപണം ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഈ വിഷയത്തിൽ മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ സണ്ണി ജോസഫ് നിയന്ത്രണം വിട്ട് ക്ഷോഭിച്ചത് വലിയ വാർത്തയായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയധികം അസ്വസ്ഥനാകുന്നത്? പരാജയ ഭീതിയാണോ അതോ മറുപടിയില്ലാത്ത ചോദ്യങ്ങളാണോ അദ്ദേഹത്തെ പ്രകോപിക്കുന്നത്? സാധാരണക്കാരന്റെ വിയർപ്പിന്റെ വിലയുള്ള പണം ദുരുപയോഗം ചെയ്തു എന്ന ആരോപണം പേരാവൂരിലെ വോട്ടർമാരെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മലയോര മേഖലയിലെ ജനങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ വളരെ വൈകാരികമായാണ് പ്രതികരിക്കാറുള്ളത്. വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു നേതൃത്വത്തിന് എങ്ങനെ ജനവിധിയെ നേരിടാൻ കഴിയുമെന്ന ചോദ്യം അവിടെയും പ്രസക്തമാകുന്നു. സുധാകരന്റെ പ്രതികാരം പേരാവൂരിൽ തനിക്കെതിരെ വോട്ടായി മാറുമോ എന്ന ഭയം സണ്ണി ജോസഫിനെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. മറുഭാഗത്ത് പ്രതിസന്ധികളെ അവസരമാക്കി മാറ്റുന്ന CPIMനെയാണ് നമ്മൾ കാണുന്നത്. കണ്ണൂരിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് പലരും കൊഴിഞ്ഞു പോയ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എതിരാളികൾ കരുതിയത് പാർട്ടി തകരുമെന്നാണ്. എന്നാൽ അവിടെയാണ് സഖാക്കൾ തങ്ങളുടെ കരുത്ത് തെളിയിച്ചത്. നേതൃത്വവും അണികളും ഒരൊറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ വെല്ലുവിളിയെ നേരിട്ടു. പാർട്ടി ഒരു പ്രതിസന്ധി നേരിടുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ
അതിനെ മറികടക്കാൻ ഒന്നിച്ചു നിൽക്കുന്ന സഹാക്കളും അവർക്ക് കരുത്തായി മുന്നിൽ നിന്ന് നയിക്കുന്ന ശക്തമായ ഒരു നേതൃത്വവുമാണ് കണ്ണൂരിലെ CPIM-ന്റെ കരുത്ത്. തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത്. കേവലം തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രവർത്തനമല്ല, മറിച്ച് വർഷം മുഴുവൻ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന പാർട്ടിയുടെ കേഡർ സംവിധാനമാണ് അവർക്ക് ആത്മവിശ്വാസം നൽകുന്നത്. താഴെത്തട്ടിലുള്ള കൃത്യമായ പ്ലാനിങ്ങും വികസന സന്ദേശങ്ങളും ഓരോ വീട്ടിലും എത്തിക്കാൻ അവർക്ക് സാധിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതറാതെ മുന്നിൽ നിന്ന് നയിക്കാൻ കരുത്തുള്ള നേതൃത്വം ഉണ്ടെന്നത് അണികൾക്ക് നൽകുന്ന ആവേശം ചെറുതല്ല. നമ്മുടെ മാതൃരാജ്യം ഭാരതം ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത് അതിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ കൊണ്ടാണ്. ഓരോ സംസ്ഥാനത്തെയും ഓരോ ജില്ലയിലെയും തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഭാരതത്തിന്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ ദിശാബോധത്തെ സ്വാധീനിക്കുന്നവയാണ്. കണ്ണൂരിലെ ഈ പോരാട്ടം വെറും ഒരു പ്രാദേശിക പോരാട്ടമല്ല. വികസനവും ജനക്ഷേമവും സുതാര്യതയും മുൻനിർത്തി വോട്ട് ചെയ്യുന്ന ഒരു ജനതയുടെ തീരുമാനമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. ഭാരതത്തിന്റെ ഐക്യവും പുരോഗതിയും ആഗ്രഹിക്കുന്ന ഓരോ വോട്ടറും ഇത്തവണ കൃത്യമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. അഴിമതിയും തമ്മിലടിയും ഇല്ലാത്ത ഒരു നല്ല നാളേക്കായി കണ്ണൂർ ജനത വോട്ട് ചെയ്യുകയാണ്. വികസനത്തിന്റെ പാതയിൽ ഭാരതത്തിന് മാതൃകയാകാൻ കേരളത്തിന് കഴിയുമെന്ന വിശ്വാസമാണ് ജനങ്ങൾക്കുള്ളത്. ശക്തമായ ഭരണവും കൃത്യമായ വികസന കാഴ്ചപ്പാടും ഉണ്ടെങ്കിൽ ഏതൊരു തടസ്സത്തെയും മറികടക്കാമെന്ന് കണ്ണൂരിലെ രാഷ്ട്രീയം നമ്മെ പഠിപ്പിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കത്തിൽ ചില വെല്ലുവിളികൾ കണ്ണൂർ ജില്ലയിൽ CPIM നേരിട്ടു എന്നത് സത്യമാണ്. എന്നാൽ വോട്ടർമാർ പോളിംഗ് കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും താഴെത്തട്ടിൽ കാര്യങ്ങൾ പൂർണ്ണമായും മാറി മറിഞ്ഞിട്ടുണ്ട്. ശക്തമായ നേതൃത്വത്തിന്റെ കൃത്യമായ ഇടപെടലുകൾ കാരണം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച ഇടതുപക്ഷം കണ്ണൂരിൽ വലിയൊരു വിജയത്തിലേക്ക് നടന്നു കയറുകയാണ്. പേരാവൂരിലെ ടീച്ചർ തരംഗവും കോൺഗ്രസിലെ തകർച്ചയും CPIM-ന്റെ ചിട്ടയായ പ്രവർത്തനവും എല്ലാം കൂടിച്ചേരുമ്പോൾ കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടാൻ പോവുകയാണ്. പേരാവൂരിൽ സണ്ണി ജോസഫിന്റെ പരാജയം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ജനങ്ങളുടെ വിശ്വാസം ആർക്കൊപ്പമാണെന്ന് വോട്ടെണ്ണി കഴിയുമ്പോൾ ലോകം അറിയും. കണ്ണൂരിലെ ഈ രാഷ്ട്രീയ ഭൂകമ്പം കേരള രാഷ്ട്രീയത്തെ എങ്ങനെയൊക്കെ ബാധിക്കും? ടീച്ചറുടെ വിജയം എത്രത്തോളം വലുതായിരിക്കും? ചതിയുടെ രാഷ്ട്രീയം കോൺഗ്രസിനെ എവിടെ എത്തിക്കും? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കാൻ നമുക്ക് അധികം കാത്തിരിക്കേണ്ടി വരില്ല. വികസനത്തിനും കരുതലുമാണ് ഈ മണ്ണ് വോട്ട് ചെയ്തെന്ന് ഉറപ്പാണ്. എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കണ്ണൂരിലെ രാഷ്ട്രീയ മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ടീച്ചർ തരംഗം പേരാവൂരിൽ ചരിത്രം കുറിക്കുമോ? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.